ഇടുപ്പി ചേർത്ത് പിടിക്ക്. നെറ്റിക്ക് ഉമ്മ കൊടുത്തേ. നെറ്റിലും കൂടെ കൊടുക്ക്. അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക്. ദാസോട്ട് കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ. കുറച്ചുകൂടെ. ഹലോ, നമസ്കാരം കൂട്ടുകാരെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് രേണുസുതി റിലേറ്റഡ് ഇഷ്യൂ ആണ്. മറ്റൊന്നുമല്ല, രേണുസുതി ഈ ഇടയായിട്ട് കൊടുത്ത കുറച്ച് ഫൈറ്റുകൾ അത് കാണാൻ ഇടയായി. അത് വെച്ച് നോക്കുമ്പോൾ രേണുസുതിക്ക് കരിയറിൽ ഒരു ഫ്ലോപ്പ് ടൈമാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് അവർക്ക് ഇപ്പോൾ വർക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കുറഞ്ഞു വരുന്നു. അതിന് കാരണം ഈ ഇടയ്ക്കായിട്ട് രേണുസുതിക്കെതിരെ വന്ന കുറെ അലിഗേഷൻസ് ഉണ്ടല്ലോ, നമ്മളെല്ലാം അറിഞ്ഞല്ലോ, ദുബായ് ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ആ ദുബായ് ഇഷ്യൂ കാരണമായിട്ടൊക്കെ അവർക്ക് കരിയറിൽ കുറച്ച് ഡൗൺ ആയി വരുന്നു എന്നാണ് അവർ പറയുന്നത്. നമുക്ക് വിശദമായിട്ട് ആ വീഡിയോകൾ കാണാം. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ ലൈക്കും ഷെയർ കമന്റും ഒക്കെ നൽകി മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുത്തിരിക. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഡൗൺ ആയിട്ട് നിൽക്കുമല്ലേ, വേറെ ഒന്നുമല്ല, കുറച്ച് പ്രോഗ്രാമുള്ള ആ ഡൗൺ, അല്ലാതെ വേറെ ഡൗൺ ഒന്നുമല്ല. അപ്പൊ ഇനിയിപ്പോ ഒട്ടും ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ ജോലിയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. പാഷൻ ഇപ്പോഴാണ് ആയത്, ജോലിയായിട്ട് സ്വീകരിക്കുന്നു. സോ ഡൗൺ ആയാലും അല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ഇനി ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഈ ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ജോലിക്ക് പോകുന്നത് പറഞ്ഞു. എന്തായാലും സെലിബ്രിറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ രേണുവിന്റെ സെലിബ്രിറ്റി സ്റ്റാർഡത്തിന് ഒരു കോട്ടം സംഭവിച്ചപ്പോൾ ഉണ്ട്, പ്രൊമോഷൻ വർക്കും മറ്റു കാര്യങ്ങളും അഭിനയമൊക്കെ വെച്ച് കുറഞ്ഞപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതിന് കാരണം രേണു തന്നെയാണ്. കാര്യം നിങ്ങൾക്കെതിരെ ഇത്ര വലിയ അലിഗേഷൻ വരുമ്പോൾ നിങ്ങൾ അതിനെതിരെ ഒരു മറുപടി കൊടുക്കാത്ത പക്ഷം ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ എന്തായാലും നിങ്ങളെ കുറിച്ച് ഉണ്ടാകും എന്നുള്ളത് ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫീൽഡൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഏതെങ്കിലും കടയിൽ പോയിട്ടും ആണെങ്കിലും സെയിൽസ് ആയിട്ട് നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നത് ഇതിപ്പോ എനിക്ക് സന്തോഷമായിട്ടുള്ള ജോലിയാണ്. ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ വേറെ ജോലി ചെയ്തു. അപ്പോൾ ഈ സെയിൽസ് ആയിട്ട് പോകുന്ന വെച്ചാൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ അവരുടെ സെലിബ്രിറ്റി കുറച്ച് ഡൗൺ ആയാലും അവർ സെയിൽസിലോട്ട് പോയാൽ മുമ്പത്തെ സെലിബ്രിറ്റി എന്നുള്ള ഡൗൺ ആവുന്ന ഡൗൺ ആയാലല്ല പറഞ്ഞത്. ഈ പറഞ്ഞ ഒരു കേസായിട്ട് പച്ചക്കള്ളവാന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. എന്തായാലും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വിട്ട് ഈ അടുത്തെങ്ങും എവിടെയും പോകാൻ പോകുന്നില്ല. നിങ്ങൾ അതല്ല, സോഷ്യൽ മീഡിയ ഡൗൺ ആയാൽ തന്നെ ഒരിക്കലും ഒരു കടയിൽ കയറി നിങ്ങൾ സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആയിട്ടോ നിൽക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്? സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയാണെങ്കിൽ അത് നടപ്പുവശമില്ല, ആൾക്കാർക്ക് അറിയാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇച്ചിരി ഡൗൺ ആയതുകൊണ്ട് നിങ്ങളൊരു സെയിൽസ് ഗേൾ ആയിട്ട് പോയി നിൽക്കും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് നേരത്തെ സുധി മരിച്ചതിന് ശേഷം ഒരു ജോലി ഓഫർ ചെയ്തപ്പം അതുപോലും വേണ്ട എന്ന് പറഞ്ഞ ആളാണ് സോഷ്യൽ മീഡിയ കയറി വന്നുകൊണ്ടിരുന്ന ടൈമിൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കരിയർ സോഷ്യൽ മീഡിയ തന്നെ ബിൽഡ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അത് മാത്രമല്ല, നിങ്ങൾ പുതിയ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോണ്ട്, പിന്നെ അതിനോടൊപ്പം തന്നെ ദുബൈയിലോ മറ്റോ പുതിയ ബിസിനസിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കറിയാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ വന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പറയില്ല. അപ്പൊ അത് നിങ്ങൾക്കൊരു റീച്ചിന് വേണ്ടി ആയിരിക്കാം, അത് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതുമായിരിക്കാം. അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മൾ വിശ്വസിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സെലിബ്രേറ്റ് എന്ന നിലയ്ക്ക് എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്നെ നേരിട്ട് ഞാൻ അതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണോ, ചായ കുടിക്കണോ, നമുക്ക് എന്താ പറയാ, അപ്പൊ ചേച്ചി ഞങ്ങളുടെ ഡ്രൈവിന് വരും, ഓക്കെ ഞാൻ സെലിബ്രേറ്റ് ചെയ്ത് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിനകത്ത് എന്താണ് വൃത്തികേട് അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ലൈംഗിക ചുവയെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അതാണ്, ഒരു മനുഷ്യനെ അടിച്ചു താഴ്ത്താവുന്ന സമയം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അടിച്ചു താഴ്ത്തുന്നതാണ്. എന്തായാലും എനിക്ക് മനസ്സിലാകാത്തത് ഈ ഒരു കേസായിട്ടാണ്. അതെന്ത് സെലിബ്രിറ്റി ആണ് ചേച്ചി ഞങ്ങളുടെ കൂടെ ഒരു ഡ്രൈവിന് വരുമോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ശരി ഞാൻ വരാം, ഓക്കെ നിങ്ങൾ എന്റെ മാനേജറുമായിട്ട് ബന്ധപ്പെടൂ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് അറിഞ്ഞൂടാ. നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് നിങ്ങളൊരു വഴി ഒരുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ഇത്ര രൂപ വെച്ചുകൊണ്ട് ഒരു പേയ്മെന്റ് വെച്ചുകൊണ്ട് നിങ്ങൾ അതിന് അവസരങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേസ് ആയിട്ട് വരുമ്പോൾ ആൾക്കാർ ആ ഒരു കാര്യത്തെ പലതരത്തിലും വ്യാഖ്യാനിക്കാം. ശരിയാണ്, ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നമ്മളിപ്പം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളൊന്നും ഓക്കെ ഇങ്ങനെ ഒരു സംഭവത്തിന് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്തായാലും സോഷ്യൽ മീഡിയ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു ചായ കുടിക്കാൻ നിങ്ങൾക്ക് വരണോ കൂടെ, ഞാൻ വരാം. അല്ലെങ്കിൽ ഒന്ന് ഡ്രൈവ് പോകാൻ വരണോ, ഞാൻ വരാം. എനിക്ക് ഇത്ര രൂപ തരണം, എന്റെ മാനേജറുമായിട്ട് ബന്ധപ്പെടൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്തായാലും ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഇനിയിപ്പം നിങ്ങളുടെ കാഴ്ചപ്പാട് അതായിരിക്കാം, നിങ്ങൾക്കത് ശരിയായിരിക്കാം, നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നു. എന്തായിരുന്നാലും അതിനകത്ത് ഒരു എന്റെ ഉള്ളിൽ ഉൾപ്പെടെ അതിനകത്തൊരു വ്യക്തതയില്ലായ്മ ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ സംഭവം. ഇനിയിപ്പോ ചാറ്റാണോ ഇനി വെച്ച് ചെയ്താണോ ഞാനത് കണ്ടുമില്ല, ശ്രദ്ധിച്ചു. എന്നോട് ഒരാൾ കണ്ടുപിടിച്ച പറഞ്ഞു പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ, അങ്ങനെ ഞാൻ പറയുന്നതാണ് സാധാരണ. അല്ലെങ്കിൽ ഇതെനിക്കറിയില്ല എന്താ സംഭവം. ഒരു പ്രൊമോഷൻ പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ ഫോർ പ്രൊമോഷൻ. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ടിന്റെ ആവശ്യമുണ്ടോ, പ്രോഗ്രാം ആവശ്യമുണ്ടോ, മാനേജറെ കോൺടാക്ട് ചെയ്യുക. അത് എല്ലാ സെലിബ്രിറ്റിയും പറയുന്നത് തന്നെയാണ്.
അപ്പൊ ഈ രേണുവിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ വ്യക്തമായ ഒരു മറുപടി ഇല്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ സെലിബ്രിറ്റി ആണെന്ന്. അത് ശരിയാണ്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി തന്നെയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെതിരെ നല്ല രീതിയിൽ ഒരു വിമർശനം വരുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള മറുപടി ജനങ്ങൾ ആഗ്രഹിക്കും. അല്ലെ നിങ്ങളെ നെഗറ്റീവോ പോസിറ്റീവോ പറയുന്നവരാവട്ടെ, അപ്പൊ അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു അഴകുഴമ്പം മറുപടി കൊടുത്ത് അത് AI ആണോ എന്തോ ആണോ ഞാൻ അത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ഒരു ക്ലാരിറ്റി കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മറുപടി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കരിയറിനെ അതൊരു റിമാർക്കായിട്ട് വീഴുകയും ചെയ്യും. അതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും നമുക്ക് അടുത്ത ബൈറ്റ് കേൾക്കാം. ആൽബങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ആരൊക്കെയോ കുത്തിപ്പൊക്കെ ഉണ്ടാക്കുന്നല്ലോ. അത് എന്നെ വീട്ടിലിരുത്തണം, എനിക്ക് ഒരു വരുമാനം കിട്ടരുത് എന്ന് താറുമാറാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പേരാണ്. അവര് കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ കൂടെ ദൈവവും ഉള്ള കുറച്ച് ആൾക്കാരും സുധിച്ചേട്ടന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിലനിൽക്കും. ഈ ഒരു സംസാരം എന്റെ പൊന്നി രേണു നിങ്ങൾ നിർത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ സുധിച്ചേട്ടൻ കാർഡ്, സുധിച്ചേട്ടന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, സുധിച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു പുറം ചട്ടയാണെന്നുള്ള കാര്യം ഇപ്പൊ ആൾക്കാർക്ക് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. ഇനി നിങ്ങൾ ഈ സുധിയെ മരിച്ചുപോയ സുധിയെ നിങ്ങളുടെ പേരിനോട് ചേർത്ത് വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അതാണ് കാഴ്ചപ്പാട്. ഇനി സുധിച്ചേട്ടന്റെ പേര് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് വെക്കാം. സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പ് വന്ന് സുധിച്ചേട്ടൻ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ പുതിയ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്പൊ വീണ്ടും വന്നിട്ട് എന്തിനു വേണ്ടിയാണ് ഈ സുധിച്ചേട്ടന്റെ കാര്യം വീണ്ടും വന്ന് എടുത്ത് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ ജനങ്ങൾക്ക് അത് കേട്ടാൽ തന്നെ നിങ്ങളെ പുച്ഛിക്കത്തേ ഉള്ളൂ. പിന്നെ ഒരു കേസായിട്ട് എന്ന് പറയാൻ നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നു എന്ന് പറയുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതും പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതും നിങ്ങളെ അനുകൂലിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കുന്ന കുറെ സോഷ്യൽ മീഡിയകളുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ, ഏതെങ്കിലും ഫംഗ്ഷന് പോയാൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ വന്നാൽ ഒക്കെ അവരെ വിളിച്ച് നിങ്ങൾ അറിയിക്കുന്നുണ്ട്. അവരാണ് നിങ്ങളുടെ ടോപ്പിക് എന്താക്കണം എന്നുള്ളത്, അത് പോസിറ്റീവ് ആക്കണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കണോ അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആക്കി മാറ്റണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അത്തരത്തിലേക്ക് നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ഫോക്കസ് ആയി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതില്ലെന്ന് പറയണ്ട. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കരിയറിൽ ഒരു താഴ്ച വരികയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കുറെ മീഡിയകളുണ്ടല്ലോ, അവരിലൂടെ നിങ്ങൾ ഒരു നെഗറ്റീവ് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു വൈറലാകുന്ന തരത്തിൽ ഒരു നെഗറ്റീവ് കണ്ടന്റ് അങ്ങ് പുറത്ത് വിടുക, അത് പിന്നെ അങ്ങ് വൈറലാകുക. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾ ഇച്ചിരൂടെ അപ്പാവും. അതാണ് ഈ നിങ്ങളുടെ ഒരു സ്റ്റോറിയിൽ ഇതുവരെ നമ്മളെല്ലാം കണ്ടേക്കുന്ന ഒരു വിഷയം. അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും സത്യമായിട്ട് അറിയാവുന്നത്. അല്ലാതെ നിങ്ങളുടെ ആൽബത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ആരും എന്തെടുക്കുന്നില്ല, നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അഭിനയിക്കുന്ന എത്ര ആൽബങ്ങൾ ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങൾ ആ ആൽബം അഭിനയിക്കുമ്പോൾ അത് ഷൂട്ടിനിടയ്ക്കും അല്ലെങ്കിൽ അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഈ മീഡിയയ്ക്ക് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഓരോ ബൈറ്റ് കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പൊ ആ ഒരു ഫോക്കസിലാണ് നിങ്ങൾ അഭിനയിക്കുന്ന ആൽബങ്ങൾ കുറച്ച് ആൾക്കാർ കയറി കാണുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു ആൽബത്തിൽ അഭിനയിച്ചത് കൊണ്ട് ആ ആൽബം ആര് തെരഞ്ഞു പിടിച്ച് പോയി കാണുന്നൊന്നുമില്ല. ഈ അടുത്തിറങ്ങിയ ഒരു കുഞ്ഞുപ്പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്. അതിനകത്ത് അത് എന്തൊരു ആൽബമാണ്, അത് ഒരു വ്യക്തി പോലും അത് പോസിറ്റീവ് വൈബിൽ കണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കമന്റ് നോക്കിയാൽ തന്നെ അറിയാം. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഫുള്ള് വന്നേക്കുന്നത്. അത് ഈ തൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന വ്യക്തി കാറ്റുള്ളപ്പോൾ തൂറ്റാന്നും പറയുന്നത് പോലെ നിങ്ങളുടെയൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിയെ മുതലെടുക്കാൻ വേണ്ടി നിങ്ങളെ വെച്ചുകൊണ്ട് ആ വീഡിയോ അഭിനയിപ്പിച്ച് ഇറക്കി എന്നുള്ളതാണ്. സത്യത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു ക്യാരക്ടറിന് നിങ്ങൾ ഒരിക്കലും യോജിച്ച വ്യക്തിയല്ല എന്നുള്ളത്. അപ്പം അതെന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് കാര്യം. ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ നിക്കർ ഇടാറില്ല, അങ്ങനെ ഒരു പേരിലായിരുന്നു. നിക്കർ ഇടാറില്ല, അല്ല നിക്കർ എന്ന് പറഞ്ഞൊരു പേരുണ്ടായില്ലേ, അതൊന്നും പ്രശ്നമല്ലേ? എനിക്കെന്താ പ്രശ്നം? ഇനിയിപ്പം എല്ലാം വിളിച്ചാലും നോ പ്രോബ്ലം, ഹാപ്പി. നിങ്ങൾക്കറിയില്ല കമന്റ് എന്തൊക്കെ വിളിക്കുന്നത്, എന്തൊക്കെ വിളിക്കുന്നില്ല. എനിക്കിഷ്ടം അതൊക്കെ കേൾക്കുന്നത്, ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെയാണ് പ്രിയമുള്ളവരെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് കേട്ടല്ലോ, നിക്കർ വിധവയെന്നല്ല, നിങ്ങൾ ഇനിയിപ്പോ എന്ത് പേര് വിളിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്നാണ് രേണു ചേച്ചി പറഞ്ഞേക്കുന്നത്. അത് സത്യമാണ് കേട്ടോ. അവരെ സംബന്ധിച്ച് അവരെ എന്ത് പേര് വിളിച്ചാലും എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അവർക്കൊരു പ്രശ്നമല്ല, അവർക്കത് പോസിറ്റീവാണ്. അവരെ അതിലാണല്ലേ അവരുടെ നിലനിൽപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായിരുന്നാലും രേണു സുധിയുടെ ജീവിതം ഇങ്ങനെ പോകട്ടെ, സോഷ്യൽ മീഡിയ മിന്നിത്തിളങ്ങി പോകട്ടെ. കാര്യം അത് നമുക്കൂടെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾ അഭിനയമൊക്കെ നിർത്തി സെയിൽസ് ഗേളായിട്ട് എവിടെയെങ്കിലും പോയി കയറിക്കളയല്ലേ എന്നൊരു അപേക്ഷ കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഇന്നത്തേക്ക് കണ്ടന്റ് തന്ന ചേച്ചിയോട് ഒരു നന്ദി കൂടി പറയുന്നു. അവസാനം വരെ കണ്ട നിങ്ങളോടും നന്ദി പറയുന്നു. അപ്പം വേറെ ഒരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ പറയുന്നു. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. താങ്ക് യു.